ഷാൻ പ്രകാശനിലൂടെ ഒരു പ്രകാശം പോലെയാണ് വന്നിരിക്കുന്നത്. അത് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ അതിനുശേഷം ഒരുപാട് നല്ല. നമസ്കാരം, വടക്കഞ്ചേരിയിലാണ്, KM ജ്വല്ലേഴ്സിലാണ് 92 വർഷത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതാനും വർഷങ്ങൾക്കകം 100 വർഷത്തിലേക്ക് എത്തും നമ്മുടെ ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള വടക്കഞ്ചേരിയിലെ ആദ്യത്തെ ജ്വല്ലറി. അതായത് നമുക്ക് അല്ലെങ്കിൽ ജ്വല്ലേഴ്സ് അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകൾ വിശേഷിപ്പിക്കുന്നത് ഒരു തരി പൊന്നു പോലും വാങ്ങാത്ത ഒരു വടക്കഞ്ചേരി ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിപുലീകരിച്ച നവീകരിച്ച ഷോറൂം വടക്കഞ്ചേരിയിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് പ്രശസ്ത സിനി ആർട്ടിസ്റ്റ് അപർണദാസ് ആണ്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവാം. ഒരുപാട് പേർക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് KM ജ്വല്ലേഴ്സിനെ കുറിച്ച്. അതായത് ഇവിടുത്തെ പാരമ്പര്യം, അതുപോലെ തന്നെ ഇവർ ചെയ്യുന്ന സേവനങ്ങളും ഒക്കെ തന്നെ പറയുവാനുണ്ട്. നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോവാം. തന്നെ നമ്മൾ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ ഇപ്പോഴുള്ള സമയം നമുക്ക് എല്ലാവർക്കും ഒന്ന്, എനിക്കറിയാം നിങ്ങളെല്ലാവരും എന്നെ പോലെ തന്നെ വളരെ എക്സൈറ്റഡ് ആണ് ടു സീ അപർണ. സോ യെസ്, നമുക്ക് എല്ലാവർക്കും ഇൻവൈറ്റ് ചെയ്യുന്നതാണ്. അപർണനെ വളരെ ഒരു വോം വെൽക്കമിങ് നമുക്ക് നൽകേണ്ടതാണ്. സോ ഐ റിക്വസ്റ്റ് എവ്രി വൺ, നമ്മുടെ സ്ഥാപനത്തിനുള്ളിൽ ഇരിക്കുന്ന എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടതാണ്. ഞാൻ ഹംബിളായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. ഒപ്പം ഒരിക്കൽ കൂടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതും നമ്മുടെ KM ജ്വല്ലേഴ്സ് വടക്കഞ്ചേരിയുടെ വീരഗാഥ പറയുന്ന ഒരു സ്ഥാപനം തന്നെയാണ്. ആൻഡ് വടക്കഞ്ചേരിയിൽ തന്നെ ആദ്യത്തെ ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനമാണ് നമ്മുടെ KM ജ്വല്ലേഴ്സ്. അതും 4 തലമുറകളായി. അതൊരു ചില്ലറ കാര്യമല്ല അല്ലെ. അതും 100 വർഷത്തിലേക്ക് നടന്നു നീങ്ങുകയാണ് നമ്മുടെ സ്വന്തം KM ജ്വല്ലേഴ്സ്. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ഫോർ അസ്, നമുക്ക് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നത്. അതും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. അതുപോലെ തന്നെ വളരെ വൈവിധ്യമാണ് കളക്ഷൻസ് ഉള്ള. ലൈറ്റ് വെയിറ്റ് ആയാലും 18 കാരറ്റ് ഗോൾഡ്, ഡയമണ്ട്സ് ആയാലും, അതുപോലെ തന്നെ സ്വന്തമായി വജ്രാഭരണങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തമായി ഒരു ബ്രാൻഡ് തന്നെയുണ്ട് നമ്മുടെ KM ജ്വല്ലേഴ്സ്. ആൻഡ് ദാറ്റ് ഇസ് അലോറ. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും മനോഹരമായിട്ടുള്ള കളക്ഷൻസും ഒക്കെ ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ KM ജ്വല്ലേഴ്സ് ആണ്. ആൻഡ് അതിന് നമ്മളൊരു നല്ലൊരു ഗൈഡ് നൽകണം അല്ലെ? നൽകില്ലേ? നല്ലൊരു ഗൈഡ് നൽകില്ലേ? യെസ്. അപ്പൊ നമ്മൾ ഉഷാറായി വരികയാണ്. യെസ്, ഒന്നുകൂടെ ഒരു ഗൈഡ്. യെസ്, താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മുടെ നടിയുടെ എത്തിക്കുന്ന റിബൺ പറ്റിയിരിക്കുകയാണ്. റിബൺ പറ്റിയിരിക്കുകയാണ് നമ്മുടെ ഫൗണ്ടർ അതിപ്പോഴും ഇവരുടെ ഭദ്രമാണ്. KM ജ്വല്ലേഴ്സ് ആൻഡ് ലെഗസി. ആ ഒരു പാരമ്പര്യം, ആ ഒരു ആർട്ടിസ്ട്രിയും, അതുപോലെ തന്നെ ആ ഒരു പെർഫെക്ഷൻ എക്സ്പീരിയൻസ് ഒക്കെ കാത്തു സൂക്ഷിക്കാൻ ഇവിടെ വേറെ ആരും ഇതിന്റെ കോമ്പറ്റീഷൻ ഫീൽഡിൽ KM ജ്വല്ലേഴ്സ് ആണ്. യെസ്, അതെ. ഞാനിപ്പം KM ജ്വല്ലേഴ്സ്, അതായത് 4 തലമുറകളുടെ ഒരു
പാരമ്പര്യമുള്ളൊരു ജ്വല്ലറിയുടെ റെനോവേറ്റഡ് ഷോറൂമിൻ്റെ ഇനോഗ്രേഷനാണ് വടക്കഞ്ചേരിയിൽ വന്നിരിക്കുന്നത്. ഗവൺമെൻറ് അംഗീകൃതമായ ആദ്യത്തെ ജ്വല്ലറിയാണ്. ഞാനൊരു പാലക്കാട് നെന്മാറക്കാരിയാണ്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ ഒരു ഇവൻറ്റിന് എന്നെ ഇൻവൈറ്റ് ചെയ്തതും ഇതിൽ ഗസ്റ്റായി വരാൻ സാധിച്ചതും. ഇപ്പം നല്ല ദിവസങ്ങളാണ്. അപ്പം ഐശ്വര്യമുള്ളൊരു ദിവസമാണ്. പിന്നെ ഒരുപാട് ബ്രാഞ്ചുകളും ഒരുപാട് സ്ഥലങ്ങളിലേക്കും ഇത് പടർന്ന് വലിയൊരു ഇതാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. എന്നെ ഇവിടെ ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. സ്വർണ്ണ വ്യാപാര വിപണന രംഗത്ത് 4 തലമുറയുടെ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്നതിൽ അങ്ങേയറ്റത്തെ സന്തോഷവും ചാരിതാർത്ഥ്യമുണ്ട്. 935 ഞങ്ങളുടെ പൂർവികനായ കെ അലി സാഹിബ് തുടങ്ങി വെച്ച പ്രസ്ഥാനം അതെൻ്റെ അച്ഛൻ മുഹമ്മദ് ഹാജിയിലൂടെ ഞാനും എനിക്ക് ശേഷം വരുന്ന 4ാമത്തെ തലമുറയായ ശ്രീ ജാസിറും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്നത് ഈ രാജ്യത്തെ നല്ലവരായ ഉപഭോക്താക്കളുടെ നിറസാന്നിധ്യവും അവരുടെ അകമഴിഞ്ഞ സഹായ സഹകരണവും ഒന്നുകൊണ്ട് മാത്രമാണ്. പഴയ കാലങ്ങളിൽ സ്വർണ്ണ വ്യാപാര മേഖലയ്ക്ക് ലൈസൻസിങ് സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. അന്ന് ഈ ഭാഗത്തെ തൃശ്ശൂരിനും പാലക്കാടിനും ഇടയിൽ ഏക അംഗീകൃത സ്വർണ്ണ വ്യാപാരിയായിരുന്നു എൻ്റെ പിതാമഹൻ. അന്ന് തുടങ്ങിയ ഈ യാത്ര അനുസ്യൂതം തുടർന്നു കൊണ്ടുപോകാൻ കഴിയുന്നത് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഉപഭോക്താക്കളുടെ നിറസാന്നിധ്യവും അവരുടെ അകമഴിഞ്ഞ സഹായ സഹകരണവും ഒന്നുകൊണ്ട് മാത്രമാണ്. മേന്മയേറിയ സ്വർണം മാന്യമായ വിലയിൽ കൊടുക്കുക എന്ന ഒരു പോളിസി അഡോപ്റ്റ് ചെയ്ത് അത് ഫോളോ ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ. അത് ഒട്ടുമിക്ക പൂർവികർക്കും അല്ലെങ്കിൽ ഇപ്പോഴത്തുള്ള ന്യൂ ജനറേഷനിൽപ്പെട്ട ആളുകൾക്കും അത് വളരെ വ്യക്തമായി അറിയാവുന്നതാണ്. പാരമ്പര്യ തനിമ അവകാശപ്പെടുന്നതോടൊപ്പം പുതിയ ജനറേഷൻ ആവശ്യമുള്ള ഡയമണ്ടിൻ്റെയും 18 കാരറ്റിൻ്റെയും ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ ഞങ്ങൾ ഇവിടെ വിപണനം ചെയ്യുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഈ അവസരത്തിൽ പറയാനുള്ളത്. ഏതായാലും ഈ ഉദ്ഘാടന വേളയിലും നിറസാന്നിധ്യമായി എത്തിയ നിങ്ങൾ ഓരോരുത്തരെയും നന്ദിയുടെ ഭാഷയിൽ ഞാൻ നിങ്ങൾക്കുള്ള കടപ്പാട് അറിയിക്കുകയാണ്. എല്ലാവർക്കും പങ്കെടുത്തതിൽ എല്ലാവർക്കും നന്ദി. തുടർന്നും നിങ്ങളുടെ എല്ലാവരെയും സഹായ സഹകരണങ്ങൾ ഇവിടെ ആവശ്യമാണ്. ഒരുപാട് വർഷക്കാലം മുമ്പ് തന്നെ സ്വർണം വാങ്ങിയ ഒരു മാന്യദേഹം ഇവിടെയുണ്ട്, ശ്രീ ചന്ദ്രൻ മാസ്റ്റർ. അദ്ദേഹം 2 വാക്ക് നിങ്ങളോട് പറയും. വിഭൂതന്മാരെ സ്മരിച്ചുകൊണ്ടും ഇന്നിവിടെ ഹാജരായിട്ടുള്ള ഈ അങ്കണത്തിൽ വലിയൊരു സദസ്സാണ്. ഈ സ്ഥാപനം ജലീൽ പറഞ്ഞത് മുഴുവനും അക്ഷരാർത്ഥത്തിൽ സത്യമാണ്. കാരണം വടക്കഞ്ചേരി ടൗണിൽ ആദ്യമായി ഒരു സ്വർണ്ണാഭരണ കട തുടങ്ങുകയും നാളിതുവരെ പുരോഗതി അല്ലാതെ മറ്റ് യാതൊരു തരത്തിലുള്ള കളങ്കവും ഏൽക്കാതെ ഇന്നേ വരെ എത്തിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാപ്പ, ഞങ്ങളുടെ എല്ലാമായ മമ്മൂക്കയും അവരുടെ കുരുത്തമാണ് ഇത് മുഴുവനും ഈ നിലയിൽ വന്നിട്ടുള്ളതാണെന്ന് എൻ്റെ അഭിപ്രായം. അധികം സംസാരിക്കുന്നില്ല. വന്നുകൂടിയിട്ടുള്ള എല്ലാവർക്കും ഞങ്ങളുടെ ഗുരുവും ഞങ്ങളുടെ കാരണവരായ മുഹമ്മദ് സാറിനോടും മൂത്തമാനായ ജലീലിനോടും ഇന്നിവിടെ ഉദ്ഘാടനത്തിനുള്ള ആ മാന്യ വ്യക്തിക്കും വന്നുകൂടിയിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഇളയമായ വന്ദനവും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ ജലീലിനോട് പറയുകയും ചെയ്തു. ഞാൻ 1965 ഒരു അധ്യാപകനായി ജോലി ചെയ്തതാണ്. എൻ്റെ ആദ്യത്തെ ശമ്പളം ഒരു പവൻ്റെ ഒരു മോതിരം വാങ്ങണമെന്നായിരുന്നു എൻ്റെ മോഹം. ആ മോതിരമാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിക്കുന്നത്. യാതൊരു കളങ്കമില്ലാതെ ഭംഗിയായിട്ട് എവിടെ പോയാലും ഇത്ര നല്ല മാറ്റുള്ള സ്വർണം കിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിലങ്ങേറ്റം ഞാൻ അഭിമാനം കൊള്ളുന്നു. ജലീലിന് ഞാൻ അതിൽ എന്താ വാക്കുകൾ എനിക്ക് പറയാനില്ല. ഹൃദയം തുറന്നിട്ട് പറയാണ്. നല്ലൊരു വ്യക്തിയാണ്. ബിസിനസ്സിൽ മന്നനാണ്. 10 രൂപ കൂട്ടി ഒരു പവൻ വാങ്ങി 110. 110 ഒരു ചായക്ക് കൊടുക്കും. എത്ര രൂപയ്ക്ക് അത് വാങ്ങിയത്? 965 ജൂൺ മാസത്തിൽ വാങ്ങിയതാണ്. എത്ര രൂപ കൊടുത്താണെന്ന് വാങ്ങി? അന്ന് 110 വില.
9 ഗ്രാമുണ്ട്. എപ്പോൾ പോയാലും ഒരു പാത്രം കിട്ടണമെന്നുള്ള ആഗ്രഹത്തിൽ ഒന്നും തിളങ്ങുന്നുണ്ടല്ലോ. നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ മതി. ഈ മാറ്റുള്ള സ്വർണം എവിടെയെങ്കിലും ഇപ്പോൾ കിട്ടും തോന്നുന്നില്ല. പറയും, പരസ്യം ചെയ്യും, കിട്ടില്ല. 100ൻ്റെ നിറവിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുന്ന KM ജ്വല്ലറി വടക്കഞ്ചേരി പട്ടണത്തിൽ മാത്രമല്ല ഈ ജില്ലയിലാകെ അറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. ഇവിടെ ഇന്ന് നവീകരിച്ച ഷോറൂമിൻ്റെ ഉദ്ഘാടനം മിസ് അപർണ ദാസ് നിർവഹിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നിരവധി വർഷങ്ങളായി KM ജ്വല്ലറിയുമായി ബന്ധമുള്ള ആളുകളാണ് ഞങ്ങളെല്ലാവരും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഉത്തരവാദിത്വത്തോടു കൂടി എല്ലാ ഗ്യാരണ്ടിയും ഉറപ്പുവരുത്തിക്കൊണ്ട് പ്രഖ്യാപിതമായ ക്യാരറ്റ് ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ ജ്വല്ലറി അതിൻ്റെ പ്രവർത്തനം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും വിശ്വാസമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം നൽകുന്ന ഒരു സ്ഥാപനമായിട്ട് ഈ സ്ഥാപനം മാറിയിട്ടുണ്ട്. വിശ്വാസം എന്ന് പറയുന്നത് ഇവിടെ ജനിച്ച് ജീവിച്ച് ഇവിടെ വളർന്നിട്ടുള്ള ഇതിൻ്റെ 4 തലമുറയായി ഇത് കൈകാര്യം ചെയ്യുന്ന ഇതിൻ്റെ ഉടമകൾ, ജനങ്ങളോടുള്ള അവരുടെ കടപ്പാടും പ്രതിബദ്ധതയും ജനങ്ങളോടുള്ള ബന്ധവുമാണ് ഏറ്റവും പ്രധാനം. ഇവിടെ എല്ലാവരെ പോലെ എല്ലാവരിലും ഒരാളെ എന്ന നിലയിൽ എല്ലാവരുടെ കൂടെയും എല്ലാ കാര്യങ്ങൾക്കും സഹകരിച്ച് നിൽക്കുകയും അതുകൊണ്ട് തന്നെ മറ്റൊരു വിധത്തിൽ ലാഭം അല്ല ലക്ഷ്യം, സേവനമാണ് ലക്ഷ്യം എന്ന് പറയുന്നത് പോലെ കൂടുതൽ ജനവിശ്വാസം ആർജിച്ചുകൊണ്ട് ഈ സ്ഥാപനം മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഒരു നാഴികക്കല്ലാണ് ഇന്നിവിടെ ഈ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ നവീകരിച്ച ഷോറൂം. തീർച്ചയായും വീണ്ടും വിജയങ്ങളിലേക്ക് അത് മുന്നേറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഇതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും അറിയാം, തീർച്ചയായും ഒരു വലിയ പ്രചരണമൊന്നുമില്ലാതെ തന്നെ ഇത്രയധികം ആളുകളോട് ഒന്നിച്ചു കൂടാൻ കാരണം ഈ സ്ഥാപനത്തിൻ്റെ ഇതേവരെയുള്ള പ്രവർത്തനത്തിൻ്റെ മികവാണ്. ആ മികവ് നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ സ്ഥാപനത്തിന് സാധിക്കട്ടെ. എല്ലാവിധ വിജയങ്ങളും ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. വടക്കഞ്ചേരിയിൽ ചിങ്ങമാസത്തിൽ ഓണത്തിരക്കിനിടയിൽ നമ്മുടെ KM ജ്വല്ലറിയുടെ 191 വർഷം കഴിഞ്ഞ് 91 വർഷം കഴിഞ്ഞ് 92-ാം വയസ്സിലേക്ക് കാൽവയ്ക്കുന്ന ഈ സ്ഥാപനം പാലക്കാട് ജില്ലയിൽ തന്നെ വടക്കഞ്ചേരി പഞ്ചായത്തിൽ മാത്രമല്ല നമ്മുടെ 5 പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും ഒരു തരി സ്വർണ്ണം പോലും ഇല്ലാത്ത വീടുകളില്ല. ഞാനെല്ലാം ചെറുതായിരിക്കുമ്പോൾ എൻ്റെ പ്രദേശത്തുള്ള കർഷക തൊഴിലാളികൾ അതുപോലെ തന്നെ സാധാരണക്കാർ അവരെല്ലാം സ്വർണം വാങ്ങാൻ ഈ KM ജ്വല്ലറിയിൽ സമീപിക്കുമ്പോൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് ചിലപ്പോൾ കുറച്ച് പൈസയൊക്കെ പോരായി വരും. എന്നിരുന്നാലും കുഴപ്പമില്ല, എന്താ നമ്മുടെ കാശുണ്ട്, എൻ്റെ അച്ഛൻ്റെ പേരായിട്ട് കാശു. അപ്പോൾ അച്ഛൻ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വെച്ച് കൊണ്ടുപോയിക്കട്ടെ അന്ന് വാപ്പ പറയുമായിരുന്നു. ചെക്കിടിക്കാരല്ലേ, നമ്മുടെ കുടുംബക്കാരാണ്, അവർക്ക് വേണ്ടോളം കൊടുക്കാനാണ് അന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ ഈ സ്ഥാപനത്തിൽ നിന്ന് ഒരാൾ പോലും ഒരു തരി തങ്കം വാങ്ങാത്തവരില്ല. അതിലേറെ അഭിമാനിക്കുന്നു. ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നൽകുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇതിൻ്റെ തുടക്കം കുറിച്ചത് നമ്മുടെ മുഹമ്മദ് അണ്ണൻ കണ്ണമ്പറയിൽ നിന്ന് വന്ന് ആദ്യം കങ്കണം ആയിട്ടുള്ള ഒരു ഇതാണ് ഉണ്ടാക്കി ഇവിടെ വിറ്റുകൊണ്ടിരുന്നത്. അത് മേലാൽ അഭിവൃദ്ധി പ്രാപിച്ച് ഇങ്ങനൊരു സംരംഭം കൂടുതൽ വളർന്നു വന്നതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാ ആശംസകളും നേരുന്നു. ഇതിൽ ഏറ്റവും പ്യൂരിറ്റി ഓഫ് ഗോൾഡ് അത് എന്നും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തികളാണ് KM ജ്വല്ലറി. അത് കാരണമാണ് ആ വിശ്വാസം ജനങ്ങളുടെ ഇടയിൽ അത് പരന്നിരിക്കുന്നത്. ആ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് എല്ലാവരും KM-ആയിട്ടുള്ള ആ കോണ്ടാക്ട് ഇതും. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഞാൻ ഏകോപന സമിതിയുടെ മുൻ ട്രഷററായിരുന്നു.
KM ജ്വല്ലറി ആയിട്ട് ഞങ്ങൾക്ക് ഒരു 100 വർഷത്തെ ബന്ധമുള്ള ആൾക്കാരാണ്. ജലീലിൻ്റെ മുത്തശ്ശൻ ആയിട്ടുള്ള ബന്ധമാണ്. എൻ്റെ 3 സിസ്റ്റേഴ്സിൻ്റെ കല്യാണത്തിന് ഇവിടെ നിന്നാണ് ഗോൾഡ് എടുത്തിട്ടുണ്ട്. 3ാമത്തെ സിസ്റ്റർ ഇപ്പോൾ അവർക്കൊക്കെ അതിയായ സന്തോഷമുണ്ട്. 91 വർഷം പൂർത്തിയാക്കിയ ജ്വല്ലറി വടക്കൻ ജില്ലയിലെ ജനങ്ങൾക്ക് മാത്രമല്ല ഈ ജില്ലയിലെ ജനങ്ങൾക്ക് സുപരിചിതമായ ജ്വല്ലറിയാണ്. അതിലൊക്കെ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇനിയും ഇത് ഒരുപാട് കാലം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും ഇനിയിപ്പോൾ ഒരു വെബ് സീരീസ് ആണ് പിന്നെ ഫാബ്ലോ പാർട്ടി ഇനിയിപ്പോൾ ഒരു കടം KM ജ്വല്ലറിയുടെ തുടക്കക്കാലം മുതൽ തന്നെ എനിക്കറിയാം. മുഹമ്മദ് കെ ഇരുന്ന് ഒരുപാട് കാലം ജലീലിൻ്റെ ബാപ്പയാണ് ഇതിൻ്റെ ആൾ. കുട്ടികളൊക്കെ പ്രായമായപ്പോഴാണ് അവർ ചുമതല എടുത്തത്. ഇവിടെ ഒരു സ്വർണ്ണ വ്യാപാരമാണെങ്കിലും സാധാരണ ജനങ്ങൾക്ക് വിശ്വാസമുള്ളൊരു കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് എത്ര സ്വർണ്ണക്കടകൾ സമീപത്തൊക്കെ വന്നാലും ആ നാടിൻ്റെ ഒരു വിശ്വാസ്യത എന്ന നിലയിൽ പഴയ കാലം മുതൽ വരുന്ന ആളുകൾ ഇവിടെ തന്നെയാണ് സ്ഥിരമായിട്ട് വരുന്നത്. ഇവർക്കെതിരായി വല്ല ദുഷ്പ്രചരണങ്ങളൊക്കെ ഉണ്ടായാലും ആ വിശ്വാസയ്ക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ കാലത്തിനനുസരിച്ചുള്ള നല്ല ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. കട കുറച്ചുകൂടി ഷോ വരുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു മാറ്റം നാട്ടിൽ മൊത്തത്തിലുണ്ടാകും. അവരെന്നും ഈ ആളുകളുടെ വിശ്വാസാർജ്യം നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. എത്രയോ കാലമായിട്ടുള്ള മുഹമ്മദ് കെയുടെ സുഹൃത്താണ്. മകൻ ജലീലും എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. എന്തായാലും അവർക്ക് നല്ലത് വരട്ടെ, കൂടുതൽ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന നമ്മുടെ സ്റ്റാർ, the iconic face of Bollywood and the emerging talent with a lot of potential. അതും മലയാള സിനിമയിൽ മാത്രമല്ല, തെലുഗുവിലായാലും തമിഴിലായാലും തൻ്റെ അനശ്വര അഭിനയം കൊണ്ട് നമ്മളെ എല്ലാവരെയും മനസ്സിൽ ഇടം നേടി. അത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇടം നേടിയാണ്. I'm so happy to share the stage with you. So first of all, let me welcome you with a huge round of applause. നല്ലൊരു കൈയ്യടി നൽകി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ പാലക്കാടുകാർ തന്നെ അഭിമാനമാണ്, അഭിമാനവും അഹങ്കാരവുമാണ് നമ്മുടെ അപർണദാസ് എന്ന് പറയുന്നത്. അതും ഞാൻ പ്രകാശനിലൂടെ ഒരു പ്രകാശമായിട്ടാണ് മലയാള സിനിമയിലേക്ക് വന്നത്. അതിനുശേഷം ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ഫോർ ദ ബെസ്റ്റ് ആക്ട്രസ് ഫോർ ദ 2023 ദാദ സിനിമയ്ക്ക് കിട്ടി. പിന്നെ അതിനുശേഷം ആദികേശവ സിനിമയിൽ തെലുഗു ഡെബ്യൂ ചെയ്തു. പിന്നീട് അതിനുശേഷം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മുടെ മനസ്സിൽ ഇടം നേടിയ ഒരു വ്യക്തിയാണ്. ആൻഡ് ദാറ്റ്സ് വി ഹാവ് ടു അപ്രിഷിയേറ്റ് ദിസ് പൊട്ടൻഷ്യൽ. അതും നമുക്ക് തീർത്തും പറയാൻ പറ്റുന്ന ഒരു സ്റ്റാർ ആണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ നല്ലൊരു കാര്യം നൽകണ്ടല്ലേ? യെസ്, ദാറ്റ് ഈസ് none other than the iconic face of Bollywood. And I have to tell you that നമ്മുടെ മലയാള പ്രേക്ഷകരുടെ മാത്രമല്ല, ആ സൗത്ത് ഇന്ത്യൻ എല്ലാവരുടെയും ആ മനസ്സിൽ ഇടം നേടിയ ഒരു ആക്ട്രസ് കൂടിയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, once again I am welcoming you to this KM Jewellers. So let me ask you a small question. How is the collections? How is the collections of KM Jewellers? എന്താണ്? യെസ്, നമ്മളിപ്പോഴും നമ്മുടെ ചീഫ് ഗസ്റ്റ് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. എപ്പോഴും നമ്മുടെ KM Jewellersന്റെ which is from since 1935 പിന്നിലൊരു കീ ഫാക്ടർ റോൾ പ്ലേ ചെയ്യുന്ന കുറച്ച് വ്യക്തികളുണ്ട്. സോ ലെറ്റ് മീ വെൽക്കം, ഫസ്റ്റ് ഓഫ് ഓൾ I have to tell you the history of KM Jewellers. That is from since 1935 നിന്നാണ്. And the founder of KM Jewellers is Ali Sahib, and which is covered with 4 generations. 4 തലമുറകൾ കൊണ്ടാണ് ഇത്രയും ഒരു 100 വർഷ കാലങ്ങളിലേക്ക് വടക്കഞ്ചേരിയുടെ തന്നെ അഭിമാനമായി മാറിയിരിക്കുന്നത് നമ്മുടെ KM Jewellers. So now let me welcome with a huge round of applause Muhammad Haji onto the stage, and let me welcome Jalil. അദ്ദേഹത്തിന് ഞാൻ ഒരുപാട് സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. He is വ്യാപാരി വ്യവസായ മെർച്ചൻസ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. I have to tell you that Jalil sir is just not simple but very humble. വളരെ സിമ്പിളും ഹമ്പിളും ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമുക്ക് ഇതിൽ നിന്ന് ആവശ്യങ്ങൾക്കും അതിന്റെ മുന്നിട്ടിറങ്ങുന്ന വ്യക്തിയാണ് Jalil sir. He is a very simple person, a very humble person at the same time, I have to tell you. So with a huge round of applause, let me welcome Jalil sir onto the stage. Now let me welcome Jasir onto the stage. നല്ലൊരു കൈയ്യടി നൽകി ഞാൻ ഇതിലേക്ക്
വർഷത്തെ പാരമ്പര്യം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇപ്പം ഓരോ ബിസിനസ് തുടങ്ങി 1 വർഷം 2 വർഷം ആകുമ്പോഴേക്കും പൂട്ടിപ്പോകുന്ന സാഹചര്യങ്ങളിൽ 100 വർഷം ജനങ്ങളുടെ വിശ്വാസ്യതയും സ്നേഹവും പിടിച്ചു പറ്റി ജനറേഷൻസ് ആൻഡ് ജനറേഷൻസ് ഒരു സ്ഥാപനം മുന്നോട്ട് പോകാമെന്ന് പറയുന്നത് അതിൻ്റെ ക്വാളിറ്റിയാണ് കാണിക്കുന്നത്, ജനങ്ങളോടുള്ള ഒരു ഡെഡിക്കേഷനാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ 100ാമത്തെ വർഷം ഈ ജ്വല്ലറിയുടെ ഒരു റിനോവേറ്റ് ചെയ്ത പുതിയൊരു ഇതിലേക്ക് എന്നെ വിളിച്ചതിൽ ഗസ്റ്റായി വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. കുറച്ച് എക്സ്ട്രാ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഒരു പാലക്കാടുകാരി നെന്മാറക്കാരിയാണ്. അപ്പം എനിക്കിവിടെ ഒരു ഇവൻറ്റിന് വരികയെന്ന് പറയുമ്പം എൻ്റെ നാട്ടിലേക്ക് വരുമ്പോൾ ഗസ്റ്റായിട്ട് വരുന്നതിലുപരി എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ സ്ഥിരം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരുന്ന ആൾ തന്നെയാണ് ഞാൻ. തിയേറ്ററിലേക്കാണെങ്കിലും നമ്മളെപ്പോഴും നെന്മാറയിൽ നിന്ന് വടക്കഞ്ചേരിയിലാണ് വരുന്നത്. അപ്പം ഇതൊക്കെ എൻ്റെ നാടിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം ഒരു അതിഥിയിലുപരി ഈ നാട്ടിലുള്ള ഒരാളെന്നുള്ള രീതിയിൽ താങ്ക് യു സോ മച്ച്. ഇപ്പം അകത്ത് കയറി കണ്ടപ്പോൾ ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്, എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ പല പല സ്ഥലത്തു നിന്നും കാണുന്ന ക്വാളിറ്റിയിലും ഉള്ള ജ്വല്ലറിയും അതേ സ്റ്റാൻഡേർഡിലുള്ള ജ്വല്ലറി കളക്ഷൻസും നമ്മുടെ വടക്കഞ്ചേരിയിൽ ഇപ്പം ഇവിടെ ലഭിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം. കാണാൻ പറ്റില്ല, അതായത് ന്യൂ ട്രെൻഡ് മുതൽ നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ജ്വല്ലറീസ് വരെ ഇതിനകത്ത് എനിക്കിപ്പം കാണാൻ സാധിച്ചു. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഓൾറെഡി വടക്കഞ്ചേരിയിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും, അതിപ്പം ഞാൻ വന്ന് പറയേണ്ട കാര്യമില്ലായിരിക്കും. പക്ഷേ എങ്കിലും എൻ്റെ ഒരു സൈഡിൽ നിന്ന് റിനോവേഷന് ശേഷം കയറി കണ്ടപ്പോൾ ഒരുപാട് നല്ല ഡിസൈൻസും നല്ല വിലക്കുറവിനും അല്ല ഒരു വെഡ്ഡിങ് പോലെയുള്ള ഫംഗ്ഷനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് നല്ല ജ്വല്ലറി കളക്ഷൻസ് അതിനകത്തുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒരു ഷോപ്പിംഗ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും KM ജ്വല്ലേഴ്സ് വന്ന് തന്നെ ഷോപ്പ് ചെയ്യണം. പിന്നെ ഇതിന് ഞാൻ പറയുന്നതിലുപരി ഇവിടെ നിൽക്കുന്നത് തന്നെയാണ് അതിൻ്റെ എക്സാമ്പിൾസ്. അതായത് മുത്തശ്ശൻ്റെ അച്ഛൻ തുടങ്ങിയ ജ്വല്ലറിയാണെന്നാണ് പറയുന്നത്. ഇപ്പം മുത്തശ്ശൻ, അച്ഛൻ, മകൻ അങ്ങനെ പാരമ്പര്യമായിട്ട് ഇങ്ങനെ കൈമാറി വരുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു മഹത്വം നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയായിരിക്കും. എന്തായാലും താങ്ക് യു സോ മച്ച്, ഒരുപാട് സന്തോഷമുണ്ട് വരാൻ. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് പാർട്ട് ഓഫ് ദിസ് ഇനോഗ്രൽ സെറമണി ഓഫ് KM ജ്വല്ലേഴ്സ്. അടുത്തതായിട്ട് ഞാൻ ജലീൽ സാറിനെ കൊണ്ട് 2 വാക്ക് നമുക്ക് വേണ്ടി സംസാരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റാണ്, ഒപ്പം ഗോൾഡ് മെർച്ചന്റ് അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി. ആൻഡ് ഈ ഒരു നമ്മുടെ ഒരു സ്ഥാപനം മുന്നിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ അതൊരു ചില്ലറ കാര്യമല്ല. ദാറ്റ്സ് നീഡ് എ ഡെഡിക്കേറ്റഡ് ഫോഴ്സ്. ഒരു എക്സ്പീരിയൻസ് ആയാലും നമ്മുടെ ഒരു ഹാർഡ് വർക്ക് ആയാലും അതെല്ലാം വേണ്ടതാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് നമുക്കൊരു വരും തലമുറയ്ക്ക് ഒരു സ്മോൾ മെസ്സേജും കൂടി നമുക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യൂ. ഇന്ന് ഈ നവീകരിച്ച ഷോറൂമിൻ്റെ ഉദ്ഘാടന കർമ്മത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയ അപർണദാസ് എന്ന അപാര കഴിവുള്ള ഒരു നടിയെ നമുക്ക് കിട്ടിയതിലും ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ കഴിഞ്ഞതിലും എൻ്റെ സന്തോഷവും അതുപോലെ തന്നെ എൻ്റെ ചാരിതാർത്ഥ്യവും ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുക. ഈ നാട്ടിൻ്റെ വികസന കുതിപ്പുമായി ഞങ്ങളുടെ പ്രസ്ഥാനം 935 മുതൽ എൻ്റെ പിതാമഹന്മാർ മുതൽ തുടങ്ങിയ ഈ പ്രസ്ഥാനം 1ഉം 2ഉം 3ഉം കഴിഞ്ഞ് ഇപ്പോൾ 4ാമത്തെ തലമുറയിൽ വന്ന് നിൽക്കുകയാണ്. ജനങ്ങളുടെ ആവശ്യാനുസരണം അവന് ആഗ്രഹമുള്ള സ്വർണ്ണാഭരണങ്ങൾ പരിശുദ്ധിയുടെ മേൻപൊടി ചേർത്തുകൊണ്ട് മിതമായ നിരക്കിൽ വിപണനം നടത്തുക എന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ ഇത്രയും വർഷക്കാലം ഈ രാജ്യത്ത് കച്ചവടവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ആരോട് സൂചിപ്പിച്ച മാതിരി ഈ പഞ്ചായത്തിലോ അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിലെ 5 പഞ്ചായത്തുകളിൽ ഏതെങ്കിലുമൊക്കെ വീടുകളിൽ ഞങ്ങളുടെയൊക്കെ ഒരു തരി സ്വർണം ഇല്ലാതിരിക്കില്ല എന്ന് വളരെ ആത്മാഭിമാനത്തോടെ പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പണ്ട് സ്വർണ്ണ വ്യാപാരം നടത്തണമെങ്കിൽ ഗോൾഡ് ഡീലർ ലൈസൻസ് ആവശ്യമായി വന്നു. തൃശ്ശൂരിനും പാലക്കാടിനും ഇടയ്ക്ക് ആദ്യത്തെ അംഗീകൃത സ്വർണ്ണ വ്യാപാരിയായി ഞങ്ങൾക്ക് വിപണനം നടത്താൻ കഴിഞ്ഞു എന്നുള്ളതിന് ജഗദീശനോടും ഞങ്ങളുടെ പിതാമഹനോടും ഒക്കെ വളരെ സന്തോഷത്തോടെ ചാരിതാർത്ഥ്യത്തോടെ ഈ സന്ദർഭം അവരുമായി പങ്കിടാൻ കഴിഞ്ഞതിലുള്ള ഞങ്ങളുടെ സന്തോഷം ഇവിടെ അറിയിക്കുക. ഏതായാലും അപർണദാസിനെ മാതിരിയുള്ള ഒരു നടി, നമ്മുടെ നാട്ടുകാരി ഇവിടെ നിങ്ങളുമായി സംവദിക്കാനും നമ്മുടെ ഈ കട ഉദ്ഘാടനം നിർവഹണത്തിനും എത്തിയ അവർക്കുള്ള കൃതജ്ഞതയും നന്ദിയും
ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ഈ ഉദ്ഘാടന കർമ്മത്തിൽ പങ്കെടുക്കാനെത്തിയ എൻ്റെ ബന്ധുമിത്രാദികളും എൻ്റെ സുഹൃത്തുക്കളും ഇവിടുത്തെ വ്യാപാരി സുഹൃത്തുക്കളും അതിലുപരി ഞങ്ങൾ രാജാവിനെ പോലെ കാണുന്ന ഞങ്ങളുടെ ഉപഭോക്താക്കളോടും അങ്ങേയറ്റം കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. യെസ്, താങ്ക് യു സോ മച്ച്. അതും അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അദ്ദേഹം അത്രയ്ക്കും അവരുടെ കസ്റ്റമേഴ്സിനെ വളരെയധികം വാല്യൂ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. സോ യെസ്, താങ്ക് യു സോ മച്ച് എവ്രി വൺ ഫോർ ബീയിങ് ഹിയർ. സോ താങ്ക് യു സോ മച്ച്. സോ ഒപ്പം ഒപ്പം നമ്മൾ ഈ പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് KM ജ്വല്ലറിയുടെ നവീകരിച്ച ഷോറൂമിൻ്റെ വിശേഷങ്ങളാണ്. നടി അപർണദാസാണ് ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ വടക്കഞ്ചേരിയിലെ ഒരുപാട് നല്ല ആളുകളൊക്കെ ഒരുപാട് സംസാരിച്ചു. എല്ലാവർക്കും പറയാനുള്ളത് ഇവരുടെ വിശ്വസ്തതയെക്കുറിച്ചാണ്. നമുക്കറിയാം 4 തലമുറയുടെ വിശ്വസ്തത നേടിക്കഴിഞ്ഞ, കയ്യടി നേടിക്കഴിഞ്ഞ, അതല്ലെങ്കിൽ അനുഭവിച്ചറിഞ്ഞ ഈ KM ജ്വല്ലറി നവീകരിച്ച ഷോറൂമോട് എത്തുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, എല്ലാവിടെയും കിട്ടുന്നതിനേക്കാളും വിലക്കുറവിലാണ് ഇവിടെ KM ജ്വല്ലറിയിൽ സ്വർണം കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വാർത്തകളുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.